ഹായ് ഹലോ. ഈ പ്രാവശ്യത്തെ ഓണത്തിന് നമ്മളെല്ലായിടത്തും കണ്ടത് മദ്രാസ് ചെക്കാണല്ലേ. എല്ലായിടത്തും ഈ ചെക്ക് കണ്ട് കണ്ട് മടുത്തപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഈ സ്ട്രൈപ്സിൻ്റെ ഡിസൈനുള്ള സാരി അങ്ങോട്ട് എടുത്തു. ഇത് വെച്ചിട്ടൊരു ടോപ്പ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. കുറേ ഡിസൈനൊക്കെ ഞാൻ ട്രൈ ചെയ്ത് നോക്കി. കുറച്ച് വർഷം മുമ്പ് ട്രെൻഡായിട്ടുള്ളതാണ് യോക്കിൽ പ്ലീറ്റ്സ് വരുന്ന ഡിസൈൻ. അതാണ് ഞാൻ ചെയ്യാൻ പോണത്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ എൻ്റെ മിക്ക വീഡിയോസിലും പറയാറുണ്ട് ഞാൻ വലിയ പ്രൊഫഷണലൊന്നല്ല, അതുകൊണ്ട് എനിക്ക് വലിയതായിട്ട് പറഞ്ഞു തരാനൊന്നും അറിയില്ല എന്നുള്ളത്. വീണ്ടും ഞാൻ അത് തന്നെ ആവർത്തിക്കുക. എനിക്കറിയാവുന്ന പോലെയൊക്കെയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിച്ചേക്കണേ. കഴുത്തിനധികം ഇറക്കം കൊടുക്കാത്ത കാരണം ഞാൻ എൻ്റെ ഷോൾഡർ ഫുള്ള് തന്നെ കൊടുക്കുകയാണേ. 14 ഇഞ്ചാണ് എൻ്റെ ഷോൾഡർ വരുന്നത്. അപ്പോൾ അതിൻ്റെ ഹാഫ് 7 ഇഞ്ച് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. സെയിം അത് തന്നെ ഞാൻ ആം ഹോളിലും കൊടുത്തു. 32 ഇഞ്ചാണ് ചെസ്റ്റ് വരുന്നത്. അപ്പോൾ അതിൻ്റെ 4-ൽ 1 ഭാഗം പിന്നെ ഒരു 4 ഇഞ്ച് ഞാൻ ലൈനിങ് ആയതുകൊണ്ട് ഒരു എക്സ്ട്രാ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് 8.25 ഇഞ്ച് ഞാൻ ചെസ്റ്റ് പിന്നെ ഒരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പിന് വേണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആം ഹോളൊന്ന് മാർക്ക് ചെയ്യാം. അതിന് മുന്നായിട്ട് ഒരു 3/4 ഇഞ്ച് ഞാൻ ഷോൾഡർ സ്ലോപ്പ് മാർക്ക് ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ ഒരു 1/2 ഇഞ്ച് കൊടുത്താലും മതി. എന്നിട്ട് ഷോൾഡർ സ്ലോപ്പ് കഴിഞ്ഞിട്ടുള്ള ഭാഗത്തിൻ്റെ മിഡ് എടുത്തിട്ട് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് വേണം ആം ഹോൾ ഇതുപോലെ ഒന്ന് വളച്ച് വരച്ച് കൊടുക്കാനായിട്ട്. സ്കെയിലില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കാവുന്നതുള്ളൂ. വരച്ചതിന് ശേഷം നിങ്ങൾ ടാബ് വെച്ചിട്ടൊന്ന് അളന്ന് നോക്കണം. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടതെന്നുള്ളത് ഉണ്ടോയെന്ന് ആദ്യം നോക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം വരച്ചെടുക്കാനായിട്ട്. നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് ഫ്രണ്ട് ആയതുകൊണ്ട് ഞാൻ ഫ്രണ്ട് ആം ഹോൾ ഒന്ന് കുഴിച്ച് വരച്ചിട്ടുണ്ട്. നമുക്ക് നെക്കിൻ്റെ വിഡ്ത്തും ലെങ്ത്തൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കാം. 2.25 ഇഞ്ച് വിട്ടാണ് ഞാൻ നെക്കിന് വേണ്ടി കൊടുത്തിട്ടുള്ളത്. 2.5 ഇഞ്ച് ലെങ്ത്തും കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ നെക്കിൻ്റെ വിഡ്ത്തും ലെങ്ത്തൊക്കെ കൊടുക്കണ നേരത്തെ നിങ്ങളുടെ കഴുത്ത് കിടക്കാൻ പാകത്തിനായിരിക്കണം നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. സെൻറ്ററിൽ ഞാൻ താഴെ ഒരു വി പോലെ ഷേപ്പ് കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് 1/2 ഇഞ്ച് വിട്ടിലാണ് ഞാൻ മുകളിൽ കൊടുത്തിട്ടുള്ളത്. താഴോട്ടൊരു 1.5 ഇഞ്ച് ലെങ്ത്തും കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഞാൻ വി ഷേപ്പിലൊന്ന് വരച്ചെടുക്കുകയാണ്. ഇതാണ് എൻ്റെ ഫ്രണ്ടിൽ നെക്ക് വരുന്നത്. നിങ്ങൾക്ക് എത്രയാണോ യോക്ക് പാർട്ടിന് ലെങ്ത്ത് വേണ്ടതെന്നുള്ളത് ആദ്യം തന്നെ നോക്കി വെക്കണേ. ബസ്റ്റിന് മുകളിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, അതിന് താഴോട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാൻ അതിന് മുകളിലായിട്ടാണ് ചെയ്യുന്നത്. എനിക്ക് ഒരു 8 ഇഞ്ച് ലെങ്ത്ത് മതി. പിന്നെ മുകളിലും താഴെയും 1/2 ഇഞ്ച് അടിച്ചു പോണത് കാരണം ഞാനൊരു 9 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു ലൈൻ കൊടുത്തിട്ട് താഴെ നമ്മൾ നേരത്തെ കൊടുത്ത പോലെ തന്നെ 8.25 ഇഞ്ച് ഷേപ്പും പിന്നെ ഒരു 1.5 ഇഞ്ച് ലൂസ് ഇട്ട് കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി ഫ്രണ്ട് വെച്ചിട്ടാണ് നമ്മൾ ബാക്ക് പാർട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ ഫ്രണ്ട് വെച്ചിട്ട് ആം ഹോൾ മാർക്ക് ചെയ്യരുത്, കാരണം ബാക്കിൽ കുഴിച്ച് വെട്ടേണ്ട കാര്യമില്ലല്ലോ. ജസ്റ്റ് ഷോൾഡർ ലൂസ് മാത്രം മാർക്ക് ചെയ്ത് കൊടുത്താൽ മതിയാവും. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോർമലി മാർക്ക് ചെയ്യണ പോലെ ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ലൈനിങ്ങിൽ നെക്ക് കട്ട് ചെയ്തെടുക്കാമേ. ഞാൻ പക്ഷെ കട്ട് ചെയ്തിട്ടില്ല. എനിക്ക് നല്ല തുണിയിൽ വെച്ചിട്ട് അങ്ങനെ തന്നെ സ്റ്റിച്ച് ചെയ്യാനാണ് ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. വലിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ബാക്ക് പാർട്ട് നമ്മൾ എ ലൈനായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ വേസ്റ്റിൻ്റെ ലെങ്ത്ത് വേണ്ടത് അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വേണം നമ്മൾ വേസ്റ്റിൻ്റെ വിട്ട് എത്ര വേണം എന്നുള്ളത് മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. ഞാനിവിടെ 12.5 ഇഞ്ച് ലെങ്ത്തും അതുപോലെ തന്നെ ഒരു 7.5 ഇഞ്ച് വിട്ടും കൊടുത്തിട്ടുണ്ട്. ഇനി മാർക്കിങ്സ് ഒന്ന് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ താഴോട്ട് ഇങ്ങനെ എലൈൻ പോലെ ഒന്ന് വരച്ചെടുക്കണം. അങ്ങനെ ബാക്ക് പാർട്ടും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ടിൽ കഴുത്തൊന്ന് മറിച്ചടിക്കണം. ഇവിടെ ഞാൻ നല്ല തുണിയുടെ നല്ല ഭാഗത്തായിട്ട് ലൈനിങ് വെച്ചിട്ട് കഴുത്തൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. ആ ഭാഗം ഞാൻ കാണിക്കാൻ മറന്നുപോയി. നമ്മൾ മാർക്ക് ചെയ്തതിൻ്റെ താഴെയായിട്ട് 1/2 ഇഞ്ച് വിട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുത്തുള്ളത്. എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കണം. നമ്മൾ ലൈനിങ് ഉള്ളിലോട്ട് മറിച്ചിടണ ഭാഗത്ത് എന്തെങ്കിലും ഷാർപ്പായിട്ടുള്ള എന്തെങ്കിലും ടൂൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉള്ളിലോട്ടൊന്ന് കുത്തി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലപോലെ കോർണറൊന്ന് കിട്ടുമേ. ഇനി നമുക്ക് ഈ കഴുത്തൊന്ന് മറിച്ചിട്ടടിക്കണം. അതായത് ലൈനിങ്ങും പിന്നെ നമ്മൾ ആ തയ്യൽ തുമ്പില്ലേ, ആ തയ്യൽ തുമ്പ് ലൈനിങ്ങിൻ്റെ താഴെ വരുന്ന പോലെ വെച്ചിട്ട് നമ്മൾ നല്ല മെറ്റീരിയൽ കൊള്ളാതെ വേണം തയ്ച്ചെടുക്കാനായിട്ട്. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല കേട്ടോ. അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്തെടുക്കുക. എൻ്റെ തുണി ഇവിടെ അത്യാവശ്യം നന്നായിട്ട് ഇരിക്കുന്ന തുണിയാണ്, അതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്. ഞാൻ ലാസ്റ്റ് നെക്ക് പതിച്ചടിക്കണുള്ളൂ. ബാക്കി വരുന്ന ഭാഗങ്ങൾ ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഷോൾഡർ ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾ തയ്യൽ തുമ്പ് കാണാത്ത തരത്തിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യില്ലേ, അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ പതിച്ചടിക്കാതിരുന്നത്. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാണിക്കുന്ന പോലെ ഷോൾഡറും താഴെ ഒഴിച്ച് നമ്മൾ ആം ഹോളും ഷേപ്പിൻ്റെ ഭാഗം മാത്രം സ്റ്റിച്ച് ചെയ്തെടുക്കാം നല്ല മെറ്റീരിയലിൽ വെച്ചിട്ട്. അപ്പോൾ ഇതുപോലെ ഇരിക്കും. എന്നിട്ട് നമുക്ക് ബാക്കി വരുന്ന ഭാഗം മുഴുവനായിട്ടൊന്ന് കട്ട് ചെയ്ത് കളയാം. അങ്ങനെ അറിയുന്നതും ചെയ്യുന്നവർ കുറേ പേര് ഉണ്ടാകുമെങ്കിലും ഞാൻ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഒരു 1000-ൽ 10 പേരെങ്കിലും അറിയാത്തവരുണ്ടാവില്ലേ, അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞു തന്നത് കേട്ടോ. ഇനി നമുക്ക് ബാക്ക് പാർട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലൈനിങ്ങിൽ ഇപ്പോൾ നെക്ക് വേണമെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യുക. പക്ഷെ ഞാൻ കട്ട് ചെയ്യാണ്ടാണ് സ്റ്റിച്ച് ചെയ്യണത്. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള ലൈനിന് താഴെ ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അങ്ങനെയല്ല നമ്മൾ മാർക്ക് ചെയ്തതിൽ കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്യണം എന്നാണെങ്കിൽ 2.25 ഇഞ്ച് വിട്ടാണ് കൊടുത്തതെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഒരു 1/2 ഇഞ്ച് കൂട്ടിയിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് മാർക്ക് ചെയ്തതിൽ കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സാധാ ചെയ്യണ പോലെ തന്നെ ചെറിയ കട്ടിട്ട് കൊടുത്തിട്ട് നമുക്കതൊന്ന് മറിച്ചിട്ടെടുക്കാം കേട്ടോ.
ഈ ഭാഗത്ത് ഞാൻ എല്ലാ ഭാഗവും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഷോൾഡർ ഞാൻ സ്റ്റിച്ച് ചെയ്യാണ്ട് വിടണില്ല. വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ എല്ലാ ഭാഗവും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. താഴെ ഭാഗം ഒഴിച്ച്, കാരണം നമ്മൾ താഴെ ഒന്നും മടക്കി അടിച്ചിട്ടില്ലല്ലോ. ബാക്കി എല്ലാ ഭാഗവും നമ്മൾ നല്ല മെറ്റീരിയൽ വെച്ചിട്ട് ലൈനിങ് ഒന്ന് കൂട്ടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കണമെന്ന് നോക്കിയാലോ. വീഡിയോയിൽ കാണുന്ന പോലെ നമുക്ക് ഏതെങ്കിലും ഒരു ഭാഗം ഇതുപോലെ ഒന്ന് ഉള്ളിലോട്ട് മറിച്ചിട്ട് എടുക്കണം. അതായത് ഉള്ളിലോട്ട് മറിക്കുമ്പോൾ ഉള്ളിൽ വരുന്ന ഭാഗം നല്ലതായിരിക്കണം. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. ഫ്രണ്ടിന്റെ നല്ല ഭാഗം ഉള്ളിലാണ് വരുന്നത്. ഞാൻ ബാക്ക് ഭാഗം അങ്ങനെ തന്നെയാണ് വെച്ചിരിക്കുന്നത്. അത് ഞാൻ ഉള്ളിലോട്ട് മറിച്ചിട്ട് എടുത്തിട്ടില്ല. എന്നിട്ട് ഫ്രണ്ട് പോർഷന്റെ നല്ല ഭാഗം നമ്മുടെ ഫേസ് ആയിട്ടാണ് വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ബാക്ക് ഭാഗത്തിന്റെ നല്ല ഭാഗം നമുക്ക് ഫേസ് ആയിട്ട് വെച്ചിട്ട് വേണം ഇതുപോലെ ഉള്ളിലോട്ടൊന്ന് വെച്ച് കൊടുക്കാനായിട്ട്. ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് നമ്മുടെ ഷോൾഡറൊക്കെ നല്ലപോലെ ആയിട്ട് വേണം കേട്ടോ വെച്ച് കൊടുക്കാനായിട്ട്. ഞാനിപ്പോൾ ആ സ്ലീവിൻ്റെ ഭാഗത്ത് നമ്മൾ ആം ഹോളിൻ്റെ ഭാഗത്ത് ചെറുതായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, അതൊന്നും ഞാൻ ചെറുതായിട്ടൊന്ന് അയച്ചെടുക്കുന്നുണ്ട്. അപ്പം നല്ല നീറ്റായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. എനിക്കിവിടെ ഒരു മിസ്റ്റേക്ക് പറ്റി, അതുകൊണ്ടാണ് ഞാൻ ഉള്ളിലോട്ട് എടുത്തിട്ട് വീണ്ടും അതിനെ പുറത്തോട്ട് എടുത്തത്. ഷോൾഡർ സ്ലോപ്പ് ഞാൻ മാർക്ക് ചെയ്തിരുന്നു, പക്ഷെ കട്ട് ചെയ്യാനായിട്ട് മറന്നുപോയി. അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് ഉള്ളിലോട്ട് വെച്ചിട്ട് വീണ്ടും പുറത്തോട്ട് എടുത്തത്. ഞാനിതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണേ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്കൊന്ന് ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ കറക്റ്റ് നീറ്റായിട്ട് വെച്ചിട്ട് നമുക്ക് അവിടെ ഒരു 1/2 ഇഞ്ചിൽ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്ത് തരാം കേട്ടോ. ഡബിൾ സ്റ്റിച്ച് കൊടുക്കാൻ മറക്കരുത്. ഞാനിപ്പോൾ 2 ഷോൾഡറും അതുപോലെ കറക്റ്റായിട്ട് വെച്ച് ചെയ്തിട്ട് ജോയിൻ ചെയ്തെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ ഇതൊന്ന് നിവർത്തിയിടുമ്പോൾ അതായത് ഇതുപോലെ ഇരിക്കും നമ്മുടെ ഷോൾഡറിൻ്റെ ഭാഗം കാണാനായിട്ട്. നമ്മൾ തയ്യൽ തുമ്പൊന്നും കാണില്ല. ഇതിങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം തന്നെ മുകളിൽ അടിക്കാതിരുന്നത്. ഇപ്പം നല്ല നീറ്റായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മളുടെ ഷോൾഡർ കിട്ടിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു ഇതൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും. എന്നാലും ഞാൻ കുറച്ച് പേർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞു തന്നത് ഒന്നുകൂടെ. ഇനി നമുക്ക് നെക്കൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രണ്ടിൽ എങ്ങനെയാണ് പ്ലീറ്റ്സ് ഇടണതെന്ന് നോക്കാം. പ്ലീറ്റ്സ് ഇടാനൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും. ഇതുപോലെ തന്നെ നമുക്ക് തയ്യൽ തുമ്പൊന്നും കാണാതെ എങ്ങനെയാണ് അടിക്കണമെന്നാണ് ഞാൻ പറയണത്. താഴത്തെ തുണി അരവണ്ണത്തിൻ്റെ ഇരട്ടിയാണ് എടുത്തിട്ടുള്ളത്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ചുരുക്കായിട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ പക്ഷെ കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് ആണ് ഇട്ട് കൊടുക്കുന്നത്. രണ്ടിൻ്റെ നല്ല ഭാഗം ഫേസ് ടു ഫേസ് വെച്ചിട്ട് വേണം നമ്മൾ ഇതുപോലെ ചെയ്ത് കൊടുക്കാനായിട്ട്. ഞാനിപ്പോൾ പ്ലീറ്റ്സ് ഒക്കെ എടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ലൈനിങ് എങ്ങനെയാണ് വെച്ച് കൊടുക്കണേന്ന് നോക്കാം. ലൈനിങ്ങും നമ്മുടെ നല്ല മെറ്റീരിയലും കൂടി ഒരുമിച്ചിട്ട് ഇതുപോലെ പ്ലീറ്റ്സ് ഇട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കാണുന്ന പോലെ നമുക്ക് തയ്യൽ തുമ്പ് കാണാൻ പറ്റും. അങ്ങനെ കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം നല്ല തുണി വെച്ചതിന് ശേഷം ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്യണത്. ഈ കാണുന്ന പോലെ നമ്മൾ ലൈനിങ് വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തയ്യൽ തുമ്പ് കാണും. അപ്പോൾ അങ്ങനെ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ട്രിക്ക് ഉണ്ട്. ട്രിക്കെല്ലാം മിക്കവർക്ക് അറിയണതായിരിക്കും, എങ്കിലും ഞാൻ വീണ്ടും തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടാവും ഞാൻ സെയിം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ. നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കി തരണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ പറയണത്. കാരണം എൻ്റെ കഴിഞ്ഞൊരു വീഡിയോയിൽ ഒരാൾ കമൻറ്റ് ഇട്ടിരുന്നു, ഞാൻ അതിന് നെഗറ്റീവായിട്ടൊന്നും എടുത്തിട്ടില്ല. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത് അത്ര നീറ്റായിട്ടല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതെനിക്ക് തന്നെ അറിയാം. ഞാൻ തുടക്കക്കാരി ആയതുകൊണ്ട് എനിക്ക് അത്ര പറഞ്ഞു തരാനൊന്നും അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പിന്നെയും പറയണത്. എങ്ങനെയെങ്കിലും നിങ്ങൾക്കൊന്ന് മനസ്സിലാവണമെന്ന് മാത്രം വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെയും പറയണത്. നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ. ഞാനൊന്നും നെഗറ്റീവായിട്ട് എടുക്കണില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് കമൻറ്റ് ബോക്സ് ഉള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനും പറയാനും അഭിപ്രായങ്ങളുണ്ടെങ്കിലൊക്കെ പറയാം. നെഗറ്റീവ് പറയാനുണ്ടെങ്കിലും പറഞ്ഞോളൂ, കുഴപ്പമില്ല. സോറി, ഞാൻ ഈ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞില്ല. പക്ഷെ നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാകുമ്പോൾ എങ്ങനെയാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തുള്ളത് കണ്ടില്ല. നമ്മളിങ്ങനെ ചെയ്തെടുത്തപ്പോൾ നമ്മളെ ഷോൾഡറും അതുപോലെ തന്നെ നമ്മൾ പ്ലീറ്റ്സ് ഇട്ട ഭാഗത്ത് ഇതുപോലെ നല്ല നീറ്റായിട്ട് തയ്യൽ തുമ്പൊന്നും കാണാത്ത പോലെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കിക്കോളണേ. ഞാനിവിടെ സ്ലീവൊക്കെ കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ സ്ലീവിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഒന്നും കാണിച്ചിട്ടില്ല. മിക്ക വീഡിയോസിലും കാണിക്കാറുണ്ട് സ്ലീവൊക്കെ കട്ട് ചെയ്യണത്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ സ്ലീവ് കട്ട് ചെയ്യണമെന്നൊന്നും കാണിക്കാഞ്ഞത്. സ്ലീവൊക്കെ ഞാൻ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷേപ്പ് മാത്രം ചെയ്ത് കൊടുക്കാനുള്ളൂ. ഞാൻ താഴെയൊക്കെ മടക്കി അടിച്ചിട്ടുണ്ടായിരുന്നു ഓൾറെഡി. ഷേപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ നോർമലി സ്ലീവിൻ്റെ അവിടെ നിന്ന് തുടങ്ങി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരില്ലേ, എന്നിട്ട് നമ്മൾ ഷേപ്പ് എവിടെ വരെയാണോ അടയാളപ്പെടുത്തിയിരിക്കുന്നത് അവിടെ വെച്ചിട്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുക. നമ്മൾ നോർമലി എങ്ങനെയാണോ ഷേപ്പ് ചെയ്തെടുക്കാറ് അതുപോലെ തന്നെയാണ് 4 പീസ് തുണി ഒരുമിച്ചിട്ട് കൂട്ടിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. ഷേപ്പ് വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാവും. ഇതുപോലെ കൊണ്ട് നിർത്തിയതിന് ശേഷം നമ്മുടെ നല്ല മെറ്റീരിയൽ ഉള്ളിലോട്ടാക്കിയിട്ട് ആദ്യം ലൈനിങ് 2 മാത്രം ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. നല്ല മെറ്റീരിയലും കൂടെ സ്റ്റിച്ച് ചെയ്യരുത്, ലൈനിങ് മാത്രം സ്റ്റിച്ച് ചെയ്യണം. ഇതൊക്കെ എല്ലാവർക്കും അറിയണതായിരിക്കുള്ളൂ, എന്നാലും ഞാൻ പറയണം, ഒരുമിച്ച് കൂട്ടി സ്റ്റിച്ച് ചെയ്യരുത്. ഇതുപോലെ 2 പീസ് വെച്ച് മാത്രം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ആദ്യം ലൈനിങ് കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ മറ്റേത് കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി എൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്നൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കണേ.